സഞ്ചാരത്തിനിടയിൽ നല്ല രുചിക്കൂട്ടുള്ള കറികളും കൂട്ടി സദ്യയുണ്ണാൻ ഹോട്ടൽ തേടുന്നവർക്ക് പാലക്കാട് കുനിശ്ശേരിയിൽ നിന്നും നല്ല പാഠം. ഇതിന് കാരണക്കാരി ആർ സ്മിതയാണ്. ഗവൺമെന്റ് LP സ്കൂളിലെ ആർ സ്മിതയെക്കുറിച്ച് ക്യാമറാമാൻ സുകേഷ് വല്ലങ്ങിയോടൊപ്പം ന്യൂസ് ഡെസ്കിൽ രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. ഈ വിദ്യാലയത്തിലെ പാചകക്കാരിയാണ് കുനിശ്ശേരി ആനക്കാംപറമ്പിലെ ഗംഗാധരന്റെ ഭാര്യ സ്മിത. 11 വർഷമായി ഇവർ ഇവിടെ ജോലി ചെയ്യുകയാണ്. ഇവർ ചെയ്യുന്ന ജോലിയുടെ മഹത്വം അറിയണമെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളോട് ചോദിക്കണം. അവരാണ് യഥാർത്ഥ അനുഭവസ്ഥർ. സ്മിതയുണ്ടാക്കിയ 16 ഇനം പച്ചക്കറികളും ധാന്യങ്ങളും ഉൾപ്പെടുന്ന സ്വാദിഷ്ടമായ കൂട്ടുകറിയാണ് താരം. ഇത്തരത്തിലൊരു കൂട്ടുകറി മറ്റുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് രുചിക്കാനാവില്ല. അതിനുള്ള ഭാഗ്യം കുനിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം. നമ്മൾ കുട്ടികളെ കഴിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണല്ലോ. അവരുടെ ആരോഗ്യമാണ് നമുക്ക് പ്രധാനം. അപ്പൊ കുട്ടികളെ സ്മിത ആന്റി നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ്. പക്ഷെ എന്റെ മക്കൾ പോലും ചിലപ്പോൾ പറയാറില്ല, അമ്മ സ്കൂളിൽ വെക്കുന്നത് പോലെ വീട്ടിലും വെക്കണം എന്നുള്ളത് പറയും. ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ അവരിപ്പോ പറയണോ അമ്മന്റെ കൂട്ടുകറി എന്തായാലും ഞങ്ങൾക്ക് കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളേക്കാണ് എന്റെ മകൻ വെക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നേ ഞാൻ ഉണ്ടാക്കി. നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂട്ടുകറിയാണ്. കൂട്ടുകറി മാത്രമല്ല താരം, യഥാർത്ഥ താരം ആർ സ്മിത തന്നെയാണ്. ആലത്തൂർ ഉപജില്ലയിലെ പാചകത്തൊഴിലാളികൾക്കായി പാചക മത്സരം സംഘടിപ്പിച്ചിരുന്നു. മത്സരത്തിൽ ഇവരുണ്ടാക്കിയ കൂട്ടുകറിക്കായിരുന്നു 1ാം സ്ഥാനം. പിന്നീട് ജില്ലാതലത്തിൽ വടക്കഞ്ചേരിയിൽ നടന്ന പാചക മത്സരത്തിലും സ്മിത 1ാം സ്ഥാനത്തെത്തി. സ്മിതയിലൂടെ ഗവൺമെന്റ് LP സ്കൂളും താരമായി മാറുകയായിരുന്നു. രുചികരമായതും ആരോഗ്യപ്രദവുമായ ഭക്ഷണം നൽകുന്നതിലൂടെ തന്റെ പാചക വൈദഗ്ധ്യം കുട്ടികളിൽ എത്തിക്കുന്നതിൽ ഇവർ അഭിമാനം കൊള്ളുന്നു. ജോലി പാചകമാണെങ്കിലും അത് കഴിഞ്ഞാൽ വിദ്യാലയത്തിലെ പൊതുകാര്യങ്ങളിൽ അധ്യാപക അനധ്യാപകരോടൊപ്പം സഹകരിക്കുന്നതിനും ഇവർക്ക് സന്തോഷമാണ്. കുട്ടികളുടെ ഹെൽത്ത് നോക്കണം. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഹെൽത്തുകാരൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാ മാസവും വന്ന് കുട്ടികളെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ PTA-കാരെല്ലാവരും ഓരോ ദിവസം ഓരോരുത്തർ വന്നിട്ട് നമ്മുടെ മെനു എന്താണെന്ന് അറിഞ്ഞ് അവർ ഭക്ഷണം രുചി നോക്കിയിട്ടേ പോകുള്ളൂ. എന്തെങ്കിലും കുറവുണ്ടെങ്കിലും കൂടിയാലും പറയും, നല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പറയും, അത് മോശം അഭിപ്രായമാണെങ്കിൽ അതും പറയും, ചേച്ചി ഇന്നതുപോലെ നമുക്ക് ചെയ്യണം എന്നുള്ളത് PTA-കാരും പറയും, ടീച്ചർമാരും പറയും. എല്ലാവരും ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കാറ്. നമ്മളിപ്പോൾ 2-3 വർഷമായിട്ട് പ്രഭാത ഭക്ഷണം പഞ്ചായത്ത് നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതിനോടൊപ്പം അപ്പോഴും കുട്ടികളെല്ലാവരും വീട്ടിൽ നിന്ന് ആരും കഴിക്കാതെയാണ് വരുന്നത്. ഉച്ചഭക്ഷണം ഇവിടെ നന്നായി കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസം ഓരോ മെനുവാണ് കൊടുക്കുന്നത്. കൂട്ടുകറി, അവിയൽ, ക്യാബേജ് തോരൻ, അങ്ങനെ ഓരോ ഐറ്റങ്ങൾ എല്ലാത്തിലും ധാന്യങ്ങളും പച്ചക്കറി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. പ്രീ പ്രൈമറിയും 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലുമായി പ്രവർത്തിക്കുന്നു. പാചകക്കാരിയെക്കുറിച്ച് കുട്ടികൾക്ക് നല്ല മതിപ്പാണ്. ജയലക്ഷ്മിയാണ് വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക. സ്മിതയുടെ സേവനങ്ങളെക്കുറിച്ച് HM പ്രതികരിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം ആദ്യമായിട്ടാണ് പാചകമേള നടപ്പിലാക്കുന്നത്. അതിൽ നമ്മൾ സബ് ജില്ലാ തലത്തിൽ പങ്കെടുക്കുകയും ഒരു 16 ചേരുവകൾ ഉൾപ്പെടുത്തിയ ഒരു കൂട്ടുകറി ഉണ്ടാക്കി ഉപജില്ലാ തലത്തിൽ സമ്മാനം നേടി. അത് തന്നെ വടക്കഞ്ചേരിയിൽ വെച്ച് നടന്ന ജില്ലാതല മത്സരത്തിൽ നമ്മൾ കുറച്ചുകൂടെ മേന്മയോടുകൂടി ആ കൂട്ടുകറിയെ സ്വാദിഷ്ടമായി ഉണ്ടാക്കി അവതരിപ്പിച്ചു. അവിടെ 1ാം സ്ഥാനത്തെത്തുകയും പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല ഭക്ഷണ വിഭവം ഉണ്ടാക്കിയതിനുള്ള സമ്മാനം നമുക്ക് ക്യാഷ് അവാർഡ് നമ്മുടെ പാചക കുക്കിന് ലഭിക്കുകയും ചെയ്തു. അതിലുള്ള ഒരു സന്തോഷം കൂടെ ഇവിടെ അറിയിക്കുകയാണ്. കൂട്ടുകറി, പരിപ്പ് കറി, സാലഡ്, ചമ്മന്തി, സാമ്പാർ, പുളിങ്കറി, മെഴുക്ക് പുരട്ടി, അങ്ങനെ പല വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എല്ലാം തന്നെ കുട്ടികൾ നല്ല സ്വാദിഷ്ടമായി കഴിക്കുകയും അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യകരമായിട്ട് പഠനം നടത്താൻ ഇവിടെ കഴിയുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം ആദ്യമായി തുടങ്ങിയ സംരംഭമാണ് പാചകമേള. മുൻ PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ വിദ്യാലയത്തിന്റെ അഭിമാന നേട്ടത്തിൽ പങ്കുചേർന്നു. നമ്മുടെ പാചക തൊഴിലാളിയായ സ്മിതയ്ക്കാണ് അതിന് ഒരു നല്ല അഭിനന്ദനമാണ്. എന്തായാലും ജില്ലയിൽ തന്നെ 1ാം സമ്മാനമായി നമ്മുടെ സ്കൂളിന് കിട്ടിയതിൽ ഞാൻ ഈ സ്കൂളിൻ്റെ 2009 ഈ സ്കൂൾ വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തമായി ഗവൺമെൻറ് സ്കൂളായി ലഭിച്ചത്. എന്തായാലും ഈ സ്കൂളിന് ഈ അംഗീകാരം ലഭിച്ചത് വലിയൊരു നേട്ടമാണ്. അതിന് ഈ PTA പ്രസിഡന്റ് എന്ന നിലയിലും സ്ഥാപക പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. നല്ല ഭക്ഷണവും കൂട്ടുകറിയും തേടി ആവശ്യക്കാരെത്തിയാൽ രുചിക്കാൻ ഒരു പൊടി പോലും ഇവിടെ കാണണമെന്നില്ല. അതൊക്കെ കുട്ടികൾ അകത്താക്കി കഴിഞ്ഞിരിക്കും. നല്ല പാചകക്കാരിയാണ് സ്മിത എന്നതിൽ ആർക്കും 2 അഭിപ്രായമില്ല. അവരുടെ മക്കൾ ഈ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. ഇത്തരം രുചികരമായ ഭക്ഷണവും കറികളും അമ്മ വീട്ടിൽ പാകം ചെയ്ത് തരാറില്ല എന്ന പരാതിയാണ് മക്കൾക്കുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.